നമുക്കിന്നേ ഒരു വെറൈറ്റി ഗോതമ്പ് ദോശ ഉണ്ടാക്കിയാലോ? അപ്പോൾ അത് എന്തൊക്കെ ആവശ്യം നോക്കാം. 2 സവാള, ചെറിയ സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത്, അത് പൊടി പൊടി അരിഞ്ഞത്. 2 പച്ചമുളക്, അതും പൊടി പൊടി അരിഞ്ഞത്. പിന്നെ കുറച്ച് കറിവേപ്പില. അത് കഴിഞ്ഞ് നമുക്കിതെല്ലാം കൂടി ഒന്ന് കടുക് താളിക്കണം. ഞാനത് എടുത്തുണ്ട്, അപ്പം അത് സേവ് ആയില്ല. അപ്പോൾ അതിന് ഞാൻ എന്തൊക്കെ യൂസ് ചെയ്തിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്യാണ് കേട്ടോ ഇത് ഉപയോഗിച്ചിരിക്കുന്ന എണ്ണയ്ക്ക് പകരം. നെയ്യ് ചൂടായി വരുമ്പം കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടിച്ച് കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇട്ട് കറിവേപ്പില ഇട്ട് സവാളയും പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അത് ജസ്റ്റ് ഭയങ്കര ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് വാടി വരണം. അപ്പോൾ നമുക്കിത് ഇവിടെ ഇരിക്കട്ടെ, കുറച്ച് വാടി വരട്ടെ. നമുക്ക് അപ്പോഴത്തേക്കും മാവ് റെഡിയാക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഗോതമ്പ് മാവ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നമുക്ക് മാവിൻ്റെ പരുവത്തിൽ കലക്കിയെടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തേക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ആ ഉപ്പ് ആ മാവിൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ദോശമാവിൻ്റെ പരുവത്തിൽ കലക്കിയെടുക്കാം. മാവ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് എടുക്കാൻ കേട്ടോ. ഇനി അടുത്തത് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്നില്ലേ സവാളയും പച്ചമുളകും ഉഴുന്ന് പരിപ്പും കടുകൊക്കെ കൂടി, അത് ഇതിലോട്ട് തട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കിനി ദോശ ഉണ്ടാക്കാം. ദോശമാവ് ഒഴിച്ച് പരത്തുമ്പോഴത്തേക്കൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇതിൻ്റെ അകത്ത് സവാളയും പച്ചമുളക് കൂടി ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ പരത്തുമ്പോഴത്തേക്കും അതിങ്ങനെ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് മെല്ലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. എന്നിട്ട് അതിന് ശേഷം അതിലോട്ട് കുറച്ച് നെയ്യ് മുകളിൽ തൂക്കി കൊടുക്കാം. അടിയിലത്തെ ഭാഗം നന്നായിട്ട് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മറച്ചിട്ടിട്ട് ഫുള്ളായിട്ട് നമുക്കൊന്ന് നല്ലപോലെ മൊരിയിച്ചെടുക്കാം. ഈ ദോശ നന്നായിട്ട് മൊരിച്ചെടുത്താലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ബാക്കി ദോശയും കൂടി ചുട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഭയങ്കര ഈസിയാണ്, അതേപോലെ നല്ല ടേസ്റ്റുമാണ്. കറികളൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് തേങ്ങാ ചമ്മന്തിയോ ടൊമാറ്റോ ചട്നിയോ ഉപയോഗിച്ച് കഴിക്കാം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ പറയണേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെയുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തണേ. ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയറും ചെയ്യണേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.